ാണ് GS ജയലാൽ സ്ഥലം MLA ആണ് നമ്മളോട് സംസാരിച്ചത്. സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെ യാതൊന്നും നടത്താതെയാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ നടന്നിരിക്കുന്നത്. അതാണ് ഈ ഒരു അപകടത്തിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക് നയിച്ചത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ മലപ്പുറം കൂരിയാടുണ്ടായ സംഭവത്തിലും ഇത് തന്നെയാണ് വലിയ ആക്ഷേപമായി ഉയർന്നത്. ഏതാണോ പരിതസ്ഥിതി, അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്താണ് എന്ന് പഠിക്കാതെ മനസ്സിലാക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തികളാണോ സംസ്ഥാനത്തുടനീളം ഇങ്ങനെ നടന്നിരിക്കുന്നത് എന്നത് വലിയ ചോദ്യമായി ഉയരുകയാണ്, വലിയ ആശങ്കയായി ഉയരുകയാണ്. എന്തായാലും ഇവിടെയും സമാന നിലയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ഏതാണ്ട് നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമാകുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം ഈ ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവൻ അതിൻ്റെയൊക്കെ മുഴുവൻ തകർന്ന സാഹചര്യം, അതുണ്ടാക്കുന്ന നഷ്ടം ഒരു ഭാഗത്ത്, ഇനിയും ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്നത് മറ്റൊരു കാര്യം. അതിനുമൊക്കെ ആശങ്കയാണ്. ഇതിങ്ങനെ കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ഇടങ്ങളിൽ എത്രയിടത്താണ് ഈ പാലങ്ങൾ ഇതേ രീതിയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു ഭീഷണിയോ ആശങ്കയായി നിലനിൽക്കുന്നു എന്നത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിലാണ് ഈ വലിയ പാളിച്ച നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമുക്ക് ചില പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. അതുകൂടി കണ്ടതിന് ശേഷം തിരിച്ചെത്താം. പാലക്കാട് ഇറക്കത്ത് വളരെ ഒരു ഭയാനകമായ ഒരു ദുരന്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആറിവാൾ, അതായത് നമ്മുടെ ഈ പറയുന്ന വയലുകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് നമ്മൾ നിരവധി തവണ നിവേദനങ്ങളിലൂടെ അധികാരികൾക്ക് പറഞ്ഞതാണ്. കുരിയോട്ടുമലയിലും ഒക്കെ ഈ സമാനമായ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഇത്തരത്തിലുള്ള വാൾ നിർമ്മാണം, ആറിവാൾ നിർമ്മാണം ഇവിടെ ശാശ്വത പരിഹാരമല്ല, ഇത് മാറ്റി സ്പാനിൽ ഉള്ള റോഡ് നിർമ്മിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. നമുക്കിത് കാണാൻ കഴിയും. ഇപ്പോൾ കണ്ട ആ സർവീസ് റോഡ് ഇടിഞ്ഞ് താണ് അഗാധമായ ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വളരെ വലിയൊരു ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സർവീസ് റോഡിനോട് ചേർന്ന് തന്നെ ആ ആറിവാള് ഇടിഞ്ഞ് താന്ന് ആ ഗർത്തത്തിലേക്ക് താന്ന് ചെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നതിന് തൊട്ട് മുന്നേ ഇതിലൂടെ കടന്നുപോയ 4-5 കാറുകളും അതുപോലെ തന്നെ തൊട്ടടുത്ത സ്കൂളിൽ കുട്ടികളുമായി വന്ന വാഹനം ഇതിൽ ഉൾപ്പെട്ട് അവിടെ കിടക്കുകയാണ്. അവർക്ക് അവിടുന്ന് അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കിടക്കുകയാണ്. ആ വാഹനങ്ങൾ അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. അങ്ങോട്ട് ആർക്കും കടന്നു പോകാൻ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. നമ്മൾ നിരവധി തവണ ഇത് നമ്മൾ നിവേദനത്തിലൂടെ സമരത്തിലൂടെയൊക്കെ ആവശ്യപ്പെട്ടാണ് ഈ ആറിവാൾ നിർമ്മാണം ഇവിടെ ശാശ്വത പരിഹാരമല്ല, ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ്, ഇത് മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. സ്പാനിലൂടെയുള്ള അല്ലെങ്കിൽ ഇത് എങ്ങനെയാണോ അത്തരത്തിലുള്ള ഒരു നിർമ്മാണം നടത്തേണ്ടിയിരുന്നത് അതനുസരിച്ചുള്ള നിർമ്മാണമല്ല ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ. ഇതിലൊക്കെ ഭയാനകപരമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു സൈഡില് ഇപ്പോഴത്തെ ഇടിഞ്ഞു താന്നെങ്കിൽ അതേപോലെ മറു സൈഡില് അതും അതേപോലെയാണ്. ഏത് നിമിഷവും അവിടെയും ഇത് ഇടിഞ്ഞു താഴുന്ന ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഭയാനകമായ അവസ്ഥ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ഉണ്ടാവും. തൊട്ടടുത്ത സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് സംജാതമായിരിക്കുന്നത്. എന്റെ പേര് മൈലക്കാട് സുനിലാണ്. ഞാൻ നേരത്തെ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ആളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയുടെ പ്രതികരണമാണ്, പ്രദേശവാസിയാണ്. നേരത്തെ തന്നെ ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നത് ഉൾപ്പെടെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നമുക്കറിയാം, കൂരിയാടും സമാനമായ നിലയിൽ തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. വയൽ മേഖലയായിരുന്നു. അവിടെ വയഡക്റ്റ് നിർമ്മിച്ചുകൊണ്ടുള്ള നിർമ്മാണം വേണം എന്നത് ആവശ്യമായി പലപ്പോഴും മുന്നോട്ട് വെച്ചിരുന്നതാണ്. പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെയാണ് അവിടെ നിർമ്മാണം നടന്നത്. നിർമ്മാണം പൂർത്തിയായ ഘട്ടത്തിലാണ് സമാനമായ നിലയിൽ അവിടെയും റോഡ് പാലം തകരുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കൊല്ലത്തേക്ക് പോയപ്പോൾ ഞാൻ ഈ വഴി സഞ്ചരിച്ചതാണ്. ഇത് വലിയ ഭീകരമായ ഭയാനകമായ നിലയാണ്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ആശങ്ക വന്നിരുന്നതാണ്. ഇത് വലിയ ഉയരത്തിൽ കെട്ടിപ്പൊക്കി നിർത്തിയിരിക്കുന്ന സ്ഥലമാണ്. മൈലക്കാട് എന്ന് പറയുന്ന ഭാഗം വലിയ കയറ്റവും ഇറക്കവുമുള്ള ഒരു ഭാഗമാണ്. അവിടെയാണ് ഇതിങ്ങനെ വൻമതിൽ പോലെ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നു. ഒരു 1-2-3 കിലോമീറ്റർ ദൂരം. അത് നമുക്ക് കാണുമ്പോൾ അതിൻ്റെ അടുത്തുകൂടെ വാഹനത്തിൽ പോകുമ്പോൾ ഈ ദേശീയപാതയിൽ ഈ അപകടമുണ്ടായ സാഹചര്യമൊക്കെ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ ഒരു ഭയപ്പാട് നമ്മുടെ മനസ്സിലേക്ക് വരും. ആ രീതിയിൽ ഞാനത് ആലോചിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 2 ദിവസമാകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ അവിടെ നിന്നൊരു അപകട വാർത്ത കേൾക്കുകയാണ്. പക്ഷേ ഭാഗ്യത്തിന് ആ സ്കൂൾ ബസ് ഉൾപ്പെടെ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ ആ വാഹനത്തിലുണ്ടായിരുന്നു. ആ വാഹനത്തിന് മുകളിലേക്കൊന്നും പതിക്കാതെ ആ അപകടം ഒഴിവായി. ഇപ്പോൾ കുട്ടികളെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് ഉയർത്തുന്ന ചോദ്യം പലതാണ്. മലപ്പുറത്ത് നമ്മൾ കണ്ടു, ഇപ്പോൾ കൊല്ലത്ത് കൊട്ടിയ മൈലക്കാട് ഭാഗത്തും സമാനമായ നിലയിൽ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഈ ദേശീയപാതയുടെ നിർമ്മാണം അതിൽ എന്ത് സംഭവിക്കുന്നു എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ്. നമുക്ക് വികസനം വേണമെന്ന് പറയുമ്പോൾ തന്നെ അത് മനുഷ്യന്
ഭീഷണിയാകുന്ന തരത്തിലാകരുത്, പരിസ്ഥിതിക്ക് അനുകൂലമാകുന്ന തരത്തിലാകണം, അതൊരു തരത്തിലും ഇങ്ങനെ കെട്ടിപ്പൊക്കിയ ഭീഷണിയാകരുത് എന്നത് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉടലെടുക്കുകയാണ്. വിനേഷ് അവിടെ നിന്ന് തുടരുന്നുണ്ട്. വിനേഷ് നോക്കൂ, നമ്മളോട് നേരത്തെ സംസാരിച്ച പ്രദേശവാസികൾ, ജനപ്രതിനിധികളായിട്ടുള്ളവരൊക്കെ പറയുന്നു ഈ പ്രദേശം എന്ന് പറയുന്നത് പാരിസ്ഥിതികമായി ചില പ്രത്യേകതകളുള്ള ഇടമാണ്, വയൽ മേഖലയാണ്. അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ തന്നെ ഉള്ള റോഡ് അറിയാം, വലിയ കയറ്റിറക്കമുള്ള റോഡൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഭാഗത്താണ് ഇത്ര വലിയ പൊക്കത്തിൽ ഈ ദേശീയപാത നിർമ്മാണം നടന്നിരിക്കുന്നത്, ഈ പാലത്തിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. അത് അശാസ്ത്രീയമാണ് എന്നത് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് എന്ന് അവർ പറയുന്നു. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്, ആരെയോടാണ് ഇക്കാര്യങ്ങൾ ചോദിക്കേണ്ടത്? ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യങ്ങളിൽ അന്വേഷണം വേണം എന്നതുൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് അവഗണിച്ച് നടത്തിയ നിർമ്മാണമാണ് ഇപ്പോൾ ഈ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ടുള്ളത്. തീർച്ചയായും രേണുക, അത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതിപ്പോ സംഭവത്തിൽ ഇപ്പോൾ പൊതുമരാമത്ത് സെക്രട്ടറിയോട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. രേണുക സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിലവിൽ അവിടുത്തെ അപകട ഭീഷണി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രദേശവാസികൾ തന്നെ രംഗത്തിറങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി തവണ പരാതി നൽകിയിരുന്നു, കളക്ടർക്ക് അടക്കം പരാതി നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉയർന്നുവരിക്കുന്ന വലിയൊരു ആക്ഷേപം, ജില്ലാ കളക്ടർ പോലും ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടില്ല. മുൻകാലങ്ങളിൽ പോലും, അതായത് ഈ പരാതി നൽകിയതിനെ തുടർന്ന് ഇത് അന്വേഷണമായിട്ട് പോലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായിട്ടോ ഒന്നും അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ മുൻപ് നൽകിയിരുന്നു, നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. കാരണം ഈ സർവീസ് റോഡ് ആയി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉണ്ടായിരുന്നു. അവിടെ ഈ വലിയ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ തിരിഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, ചില ആക്സിഡന്റുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഇതെല്ലാം പക്ഷേ ഇതൊന്നും തന്നെ മുഖവിലേക്കെടുക്കാനോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്താനോ അധികൃതർ തയ്യാറായില്ല എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് രേണുക. എന്തായാലും ഇപ്പോഴും ഇവിടെ അപകട ഭീഷണി നിലനിൽക്കുന്നു, അപകട സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. വാഹനങ്ങൾ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. തിരുവനന്തപുരം ഭാഗത്ത് നിന്നും കൊല്ലത്തേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മറ്റു റോഡിലൂടെയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് പെട്ടുപോയ വാഹനങ്ങൾ ഇപ്പോഴും അതേ സ്ഥിതിയിൽ തന്നെ തുടരുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടക്കുന്നു, അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു അന്വേഷണം, പ്രാഥമിക അന്വേഷണം എന്നോണം തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടന്നു വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ റോഡ് തകർന്നു പോകുന്നു. അതായത് താഴേക്ക് ഇരുത്തുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. മണ്ണിടിച്ച് താഴേക്ക് പോകുന്നു, റോഡ് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രേണുക. ഈ ദേശീയപാതയുടെ പാർശ്വഭിത്തിയാണ് ഇപ്പോൾ ഇടിഞ്ഞ് ഈ അപകടകരമായ നിലയിൽ എത്തിയിരിക്കുന്നത്. സർവീസ് റോഡ് ഉൾപ്പെടെ തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഗതാഗത നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. ദേശീയപാത വഴി അല്ലെങ്കിൽ ആ ഭാഗം വഴി സഞ്ചരിക്കുക സാധ്യമല്ല. തീരദേശ റോഡിലൂടെ ഗതാഗതം തിരിച്ചുവിടുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു പ്രേക്ഷകർക്കും ഇതൊരു ഒരു അറിയിപ്പായി, ഈ കൊല്ലം ഭാഗത്തേക്ക് തിരുവനന്തപുരത്തു നിന്നൊക്കെ സഞ്ചരിക്കുന്നവർക്ക് ഇതൊരു അറിയിപ്പായി മാറാവുന്നതാണ്. കാരണം അതുവഴി സഞ്ചരിക്കുക ഇപ്പോൾ സാധ്യമല്ലാത്ത സാഹചര്യമാണ്. നേരത്തെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തികൾ മൂലം വലിയ ഇടുങ്ങിയ വഴികളിലൂടെയാണ് ഗതാഗതം നടന്നുകൊണ്ടിരുന്നത്. അവിടെ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ വലിയ ആശങ്കയായി സർവീസ് റോഡ് ഉൾപ്പെടെ തകർന്ന് പോകുന്ന, ഈ ദേശീയപാതയുടെ പാർശ്വഭിത്തി തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വലിയ ആശങ്ക അത് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഗതാഗതം തിരിച്ചുവിടുന്നു. അവിടെ ഈ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ പോലും പുറത്തേക്കെടുക്കാനുള്ള ബുദ്ധിമുട്ട്, അവിടെ മറ്റേതെങ്കിലും തരത്തിൽ വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, മറ്റു വാഹനങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇത് പരിഹരിക്കുക കുറേ അധികം സമയമെടുത്ത് മാത്രമേ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ പാർശ്വഭിത്തി എന്ന് പറയുന്നത് ഏതാണ്ട് കുറേയധികം തകർന്ന നിലയിലാണ്. സർവീസ് റോഡ് പാടെ തകർന്ന നിലയിലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുനർനിർമ്മാണം എന്ന് പറയുന്നത് ഇനി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാകും. ജനങ്ങൾ ഒരു കംപ്ലീഷനിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അവിടെ ആ ഭാഗങ്ങളിൽ പണി പൂർത്തിയാകുന്നു എന്നതിൻ്റെ ഒരു ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ വലിയ ഒരു ചതി ഉണ്ടാകുന്നത്. നേരത്തെ മലപ്പുറത്ത് കണ്ടതിന് സമാനമായ നിലയിൽ തന്നെയാണ് ഇവിടെ സർവീസ് റോഡും ആ പാർശ്വഭിത്തികളും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കാഴ്ച നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് ഇതിന് കാരണം എന്നതാണ് പറയുന്നത്. ഇതിൽ അന്വേഷണം വേണം എന്നതാണ് പൊതുമരാമത്ത് മന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. എന്തായാലും നമുക്കറിയാം, ദേശീയപാത നിർമ്മാണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന വാർത്തകൾ, സംഭവങ്ങൾ